ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. നമുക്കറിയാം മലയാളത്തിൽ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ചാനലുകൾ ഉണ്ടെങ്കിലും വാല്യുവേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ വാല്യുവേഷൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൺവേ ചെയ്യിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ കണ്ടന്റുകൾ ഇപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിന് പിന്നിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് പോലെ അസ് വാറൻ ബഫറ്റ് മെൻഷൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി എൻജോയ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. സോ ഐ എം ഹാപ്പി അബൌട്ട് സംതിങ് ലൈക്ക് ഒരുപാട് പേര് ഇപ്പോൾ ഇതിന്റെ വാല്യുവേഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് അവരുടെ വാങ്ങിച്ചിട്ടുള്ള സ്റ്റോക്കിന്റെയും അതുപോലെ തന്നെ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കിന്റെയും ഇൻട്രിൻസിക് വാല്യൂ അല്ലെങ്കിൽ ഫെയർ വാല്യൂ എങ്ങനെ കണ്ടെത്താമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ട് വാല്യുവേഷന് വേണ്ടിയിട്ട്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളെ കൊണ്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 65 രൂപയിലാണ്. ഏകദേശം 100 രൂപയിൽ നിന്ന് ഇപ്പോൾ 65 രൂപയിലേക്ക് ക്രാഷ് ആയിട്ടുള്ളൊരു ബാങ്കിങ് സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ന് ആർ ബി ഐയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. CRR 4.5% ഉള്ളതിൽ നിന്ന് 4% ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. സോ ഈ 0.5% എന്ന് പറയുന്നത് ഈ ബാങ്കുകൾക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. റിമൈനിങ് 0.5% എന്ന് പറയുന്നത്. സോ ബാങ്കിങ് സ്റ്റോക്കുകൾ കുറച്ച് ഒരു ഇമ്പ്രൂവ് ആവാൻ സാധ്യതയുള്ള ഒരു പോസിറ്റീവ് ന്യൂസ് ആണ് വന്നിട്ടുള്ളത്. സോ ഈ അവസ്ഥയിൽ ഇത്തരം ചില ബാങ്കിങ് സ്റ്റോക്കുകളെ കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് പേര് വാല്യൂ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക്. സോ ആ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ വാല്യുവേഷന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ കുറച്ച് ഫണ്ടമെന്റൽ ആസ്പെക്ട് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാർട്ട് അനാലിസിസും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലിക്വിഡിറ്റി സോണുകളെല്ലാം മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് വെറും വാല്യുവേഷൻ മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. മറ്റു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ കൂടി കിട്ടണം. സോ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്കൊക്കെ പോയിട്ട് വാല്യുവേഷൻ കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ദെയർ. സോ നമുക്കറിയാം യൂഷ്വലി നമ്മളൊരു മൾട്ടി സ്റ്റേജ് അനാലിസിസിലൂടെയാണ് പോകാറുള്ളത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെയ്ക്ഡ് ചാർട്ട് അനലൈസ് ചെയ്യും. അതായത് ആ സ്റ്റോക്കിന്റെ നെയ്ക്ഡ് ചാർട്ട്, പ്ലെയിൻ ചാർട്ട് അനലൈസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് നോക്കുന്നത് അതിന്റെ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ആണ്. നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു SMC ടൂളാണ് ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയൊക്കെയാണ് ലിക്വിഡിറ്റി സോണുകൾ ഉള്ളത്. നമുക്കറിയാം മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് ലിക്വിഡിറ്റി സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്റ്റോക്കും ഓരോ മാർക്കറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ഏരിയ എപ്പോഴും ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറയുന്നത്, റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് ആ ഒരു ടൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതും അനലൈസ് ചെയ്യും. മൂന്നാമത് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഏഹ്, നമുക്കറിയാം മാർക്കറ്റിനെ മൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള ഹൈഡ്രോളിക് പവർ ഉള്ളത് FIIസിൻ്റെയും DIIസിൻ്റെ കയ്യിലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇവർ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിനെ കുറിച്ച് അവർ അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അർത്ഥം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ 10,000 20,000 ഒന്നും അല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10,000 കോടികളും 20,000 കോടികളുമാണ്. സോ അത്രയും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും തോന്നുന്ന രീതിയിൽ അവർ ഒന്നും ചെയ്യില്ലല്ലോ. സോ അത്രയും നല്ല റിസർച്ച് ചെയ്തിട്ടാണ് അവർ ഓരോ സ്റ്റോക്കുകളും പിക്ക് ചെയ്യുക. സോ അത്തരം മീൻസ് സ്റ്റോക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ ആക്ടിവിറ്റി കൂടി മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത്തേതാണ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം വാറൻ ബഫറ്റ് സെഡ് ഒരു സ്റ്റോക്കിന്റെ ഫെയർ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഉണ്ട്. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ഉണ്ട്. ഫെയർ വാല്യൂവിനേക്കാൾ കൂടുതലാണ് മാർക്കറ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി അതല്ല, ഫെയർ വാല്യൂവിനേക്കാൾ കുറവാണ് മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഏത് നല്ല കമ്പനിയും ഡിസ്കൗണ്ടിൽ കിട്ടുന്ന സമയത്ത് നമ്മളത് വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് ഒരു വാല്യുവേഷന്റെ ക്രക്സ് അല്ലെങ്കിൽ ഒരു എസെൻസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഒന്നുകിൽ ഫെയർലി വാല്യൂഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മൊണോപോളി നേച്ചറൊക്കെ ഉള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആയാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇനി അതല്ല, നല്ല ബിസിനസ്, നല്ല ഗുഡ് ബിസിനസ്, നല്ല ഫ്യൂച്ചർ പ്രോസ്പെക്ടസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനി ഡിസ്കൗണ്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ മേക്ക് എ ലോട്ട് ഓഫ് മണി ഇൻ ദാറ്റ് സ്റ്റോക്ക്. അതാണ് ഫെയർ വാല്യുവേഷൻ്റെ ഐഡിയ എന്ന് പറയുന്നത്. സോ നമുക്ക് ഓരോ സെഗ്മെന്റിലേക്കായിട്ട് പോകാം. ആദ്യത്തെ സെഗ്മെന്റ് നമുക്കറിയാം പ്ലെയിൻ ചാർട്ടാണ്. ഇപ്പോൾ ഈ പ്ലെയിൻ ചാർട്ടിൽ, വീക്ക്ലി ചാർട്ടിൽ ഞാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് പിൽക്കാലത്തേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. യു ക്യാൻ സീ ഹിയർ ഇതിന്റെ ഒരു ഓൾ ടൈം ബ്രേക്ക് ഔട്ട് ആണ് ഇപ്പോൾ റീസെന്റ് നടന്നത്. നമുക്കൊരു പാറ്റേൺ വരക്കുകയാണെന്നുണ്ടെങ്കിൽ യു കുഡ് സീ ദിസ്, കണ്ടല്ലേ? ഈ ഒരു പാറ്റേണിന് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അതായത് 2016 മുതൽ 2024 എന്താ പറയാ 2023 വരെ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട്. എപ്പോഴും മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. സോ അത്തരത്തിൽ പ്ലെയിൻ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഒരു മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത് എന്നുള്ളതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്.
ഇനി ഇങ്ങനത്തെ പാറ്റേൺ വരുന്ന സമയത്ത് നോർമലി എന്താണ് ഉണ്ടാവാറുള്ളത്? ഇങ്ങനെ വന്നു, ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഇങ്ങനെ വന്നു, ടെസ്റ്റ് ചെയ്തു, വന്നു, ബ്രേക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക് ഔട്ട് ഇവിടെ എത്തി. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കും. പിന്നീട് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ പോകാനാണ് സാധ്യത ഉണ്ടാവാറുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഒരു പ്രൈസ് ആക്ഷൻ പോയിന്റിൽ സ്റ്റോക്കിന്റെ മൂവ്മെന്റിനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പ്രൊവൈഡഡ് ദാറ്റ് ആ സ്റ്റോക്ക് വളരെ നല്ല രീതിയിൽ ഫൈനാൻഷ്യലി പെർഫോം ചെയ്യുക കൂടി വേണം. അല്ലെങ്കിൽ അടുത്ത റിസൾട്ടിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുക കൂടി വേണം എന്നുള്ളത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സോ അതാണ് നെയ്ക്ഡ് പ്രൈസ് ആക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെയ്ക്ഡ് പ്രൈസ് ആക്ഷൻ നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ യു നോ മൾട്ടി ഇയർ ബ്രേക്ക് ഔട്ട് ഹാസ് ബീൻ ഹാപ്പൻഡ്. ഇനി മറ്റൊരു ആസ്പെക്ട് കൂടി നോക്കുക എന്നുള്ളത് നമുക്കറിയാം. അത് യു ക്യാൻ സീ ദിസ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ചെയ്യുന്നുണ്ട്. സോ പ്രീവിയസ്ലി ലിക്വിഡിറ്റി ഉണ്ടായിട്ടുള്ള സോൺ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസും ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് അറിയുന്ന ആളുകൾക്കും മനസ്സിലാകും. മാർക്കറ്റ് എപ്പോഴും ലിക്വിഡിറ്റി സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ ആണ് സെല്ലേഴ്സ് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൈസിലാണ് സെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്രൈസ് പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത്തരം ഈ ഒരു പ്രൈസിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി നമുക്ക് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് ബൈയിങ് ഹാപ്പനിങ് ഇൻ ദിസ് ലെവൽ. അതായത് 62 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിൽ നമുക്ക് നല്ല രീതിയിൽ ബൈയിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഒരു അർത്ഥം വരുന്നത്. അതായത് ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ബയേഴ്സ് ഉണ്ടാവണമല്ലോ. അതായത് ബേസിക്കലി മാർക്കറ്റിൽ ഒരു സെല്ലർ ഉണ്ടെങ്കിലാണെങ്കിൽ അവിടെ നല്ല ബയർ ഉണ്ടാവുക. അതുപോലെ തന്നെ ബയർ ഉണ്ടെങ്കിലാണ് സെല്ലർ ഉണ്ടാവുക. സോ ഇവിടെ നല്ല സെല്ലേഴ്സ് ഉണ്ട് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ആ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ട് അവിടുന്ന് നല്ല രീതിയിൽ ബൈയിങ് നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് നമുക്ക് ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് കൂടി പറയുന്നത്. വിച്ച് മീൻസ് ഇവിടെ ഉണ്ടായിരുന്ന ആ ലിക്വിഡിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ദർ വിൽ ബി എ ലോട്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാർക്കറ്റ്. സോ ദിസ് സോൺ ഈസ് എ വെരി ക്രൂഷ്യൽ സോൺ. 62.13 എന്ന് പറയുന്ന ഈ ഒരു സോൺ വളരെ ക്രൂഷ്യലാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് നമുക്ക് പ്രൈസ് ആക്ഷനും ലിക്വിഡിറ്റി അനാലിസിസും ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി നമുക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. അതാണ് ഇപ്പം IDFC ഫസ്റ്റ് ബാങ്കിന്റെ ട്രെൻഡ് ലൈനിലുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വളരെ ആവറേജ് ആണ്. 100ൽ 50 സ്കോറാണ് കിട്ടുന്നുള്ളത്. അതായത് റീസെൻ്റ്ലി വന്നിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ കുറച്ച് മോശമായിരുന്നു എന്നുള്ളതാണ്. വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഒരു വാല്യുവേഷൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ വാല്യുവേഷൻ നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല വാല്യുവേഷൻ, അഫോർഡബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഹിസ്റ്റോറിക് ചാർട്ട് കാണുമ്പോൾ മനസ്സിലാകുന്നത്. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. മൊമെൻറ്റം എന്ന് പറയുന്നത് ആ RSI അല്ലെങ്കിൽ MACD പിക്കപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതായത് ആ സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് വരാൻ ഇപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സിനൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊമെൻറ്റം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടത്. സോ മൊമെൻറ്റം നമുക്കൊരു 50ന്റെ മേലെ പോകുന്ന സമയത്താണ് അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ മൊമെൻറ്റം പിക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ അനലിസ്റ്റ് പ്രൈസ് ടാർഗറ്റ്, അതായത് റിസർച്ച് അനലിസ്റ്റുകൾ ചെയ്തിട്ടുള്ള, അതായത് ബ്രോക്കിംഗ് ഫേംസ്, അതുപോലെ തന്നെ നമ്മളുടെ ബാങ്കിങ്ങിൻ്റെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്സിൻ്റെ ഒക്കെ അവർ റൺ ചെയ്യുന്ന കുറേ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ച് ടീമുകൾ ഉണ്ടാവും. അവരുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരമാണ് ഇത് ഈ ഒരു സ്റ്റോക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 72 എന്ന് പറയുന്നത്. നമുക്കറിയാം വളരെയധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ അനാലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവിടെ ഉള്ളത് ഇപ്പം നമ്മളെ പോലെ തന്നെ PhD ഉള്ള ആളുകളുണ്ട്, അതുപോലെ തന്നെ CA ഉള്ള ആളുകളുണ്ട്, കമ്പനി സെക്രട്ടറിമാരുണ്ട്, ഇക്കണോമിസ്റ്റുമാരുണ്ട്. ഇവരെല്ലാമാണ് അവിടെ ഇത്തരം ആക്ടിവിറ്റിയിൽ വരുന്നത്. ഓക്കെ. സോ അത്തരത്തിലുള്ള ആളുകളുടെ അനാലിസിസ് പ്രകാരം 72 എന്നുള്ളത് ഒരു ടാർഗറ്റ് പറയുന്നുണ്ട്. നമുക്കറിയാം അനാലിസ്റ്റ് റെക്കമെൻഡേഷനിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് സ്ട്രോങ് ബൈ എന്നുള്ളതാണ്. 6 പേര് പറയുന്നത് സ്ട്രോങ് ബൈ ആണ്. 3 പേര് ബൈ പറയുന്നുണ്ട്. മറ്റ് 6 പേര് ഹോൾഡ് ചെയ്യാൻ പറയുന്നുണ്ട്. വളരെ കുറച്ച് പേരാണ് ഇത് ഈ ഒരു ലെവലിൽ സെൽ ചെയ്യാൻ പറയുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് ആൾസോ എ ഗുഡ് തിങ് അബൌട്ട് ദി സ്റ്റോക്ക്. റിസൾട്ട് കുറച്ചൊരു മോശമായത് ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്കറിയാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുറച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. ക്വാർട്ടർലി നെറ്റ് ഫോർ പ്രോഫിറ്റ് ഫെൽ 71%. ദാറ്റ്സ് എ നെഗറ്റീവ് ഫാക്ടർ അബൌട്ട് ദി സ്റ്റോക്ക്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 9% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്തരത്തിലുള്ള കുറച്ച് നെഗറ്റീവ്സ് റിസൾട്ടിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. സോ അടുത്ത ക്വാർട്ടർ റിസൾട്ട് കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മേലെ പോകാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. സോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലോങ് ടേം ആണെങ്കിലും പൊസിഷണൽ ഇൻവെസ്റ്റും ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനിയുടെ റിസൾട്ട് വരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളിതൊരു ബിസിനസ് പോലെ ചെയ്യുന്ന സാധനമാണ്. അത്യാവശ്യം നല്ല ക്യാപിറ്റലൊക്കെ വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ യു കൺസിഡർ ഇറ്റ് ആസ് ഡൂയിങ് എ ബിസിനസ്. നമ്മൾ പൈസ അതിൽ കൊണ്ടുപോയിട്ടിട്ട് അതങ്ങോട്ട് ശരിയായിക്കോളും എന്ന് വിചാരിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. ദർ ഇസ് നോ തിങ് കോൾഡ് ലോങ് ടേം. ലോങ് ടേം എന്ന് നമ്മൾ പറഞ്ഞ് പാസീവായിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല. ലോങ് ടേമിൽ നമ്മൾ വെൽത്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ കമ്പനി പെർഫോം ചെയ്യുന്നത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളത് സെല് ചെയ്യാതിരിക്കുള്ളൂ. അല്ലാത്ത സമയത്ത് മീൻസ് ഇൻ കേസ് ആ കമ്പനി വളരെ മോശമായിട്ട് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് സെൽ ചെയ്തിട്ട് വേറെ നല്ല കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്.
സോ ലോങ് ടേം എന്ന് പറയുന്നത് ഒരു ലൈസൻസ് അല്ല വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ലോങ് ടേമിനാണെങ്കിലും നമ്മൾ ആ കമ്പനിയുടെ റിസൾട്ടും അതുപോലെ തന്നെ വാല്യുവേഷനും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ലോങ് ടേം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ വാല്യുവേഷൻ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് തന്നിട്ട് എന്നെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ടു ഡു ഇറ്റ് ഫോർ ദം ആൻഡ് വി ആർ ഗോയിങ് ഇൻ ദാറ്റ് ട്രാക്ക്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഗ്രൂപ്പിനെ പറ്റി പറയാം ആഫ്റ്റർ സം ടൈം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് എന്ന് പറയുന്നത് FII DII ആക്ടിവിറ്റീസിനാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും FIIs അത്യാവശ്യം നല്ല രീതിയിൽ വാങ്ങിക്കുന്നുണ്ട് ഈ സ്റ്റോക്ക്. ഒക്ടോബർ മന്ത് സെപ്റ്റംബറിൽ 19.57% ഉള്ള ഒക്ടോബർ ആയപ്പോഴേക്ക് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളവിടെ നേരത്തെ ഒരു ലിക്വിഡിറ്റി സോൺ കണ്ടല്ലോ. അവിടെ ആ ലിക്വിഡിറ്റി സീപ്പ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവർ ആ ലിക്വിഡിറ്റി എടുക്കുക മീൻസ് അവർ അവിടുന്ന് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് അർത്ഥം. സോ ദേ ആർ സീയിങ് സം ഗ്രോത്ത് ഇൻ ദിസ് കമ്പനി ഓർ വാല്യുവേഷൻ ഫേവറബിൾ ആണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവർ അനുമാനിച്ചിട്ടുണ്ടാവണം, അവർ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. ലെറ്റ് സി വെദർ ദ വാല്യുവേഷൻ ഈസ് അഫോർഡബിൾ ഓർ നോട്ട് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ കേസിലും നമുക്ക് കാണാൻ പറ്റുന്നത്. മ്യൂച്വൽ ഫണ്ട് 2.39 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം 5% അടുത്തേക്ക് വന്നിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട്സും നല്ല രീതിയിൽ ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നൗ we can move to the main part, that is valuation. Moving to valuation, I am introducing my premium group to you. ഇതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ലോങ് ടേമിനും അതുപോലെ തന്നെ ഷോർട്ട് ടേമിനൊക്കെ സ്റ്റോക്കുകൾ അനലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതിലുള്ള മെമ്പേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വാല്യൂ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഈ RBIന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ 2 ബാങ്കിങ് സ്റ്റോക്കുകൾ, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സ് പറയുന്ന, അവർ ഹോൾഡ് ചെയ്യുന്ന, അവർ അനലൈസ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ വാല്യുവേഷനും നമ്മൾ റിയൽ ടൈം ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നൈസ് ട്രേഡ് റിസർച്ച് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതുപോലത്തെ ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഓരോ ദിവസവും ഒരു സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ മീൻസ് കൊടുക്കുന്നുണ്ട്, സർവീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. നല്ല ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അത്യാവശ്യം നല്ല നോളജബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും ഈ ഗ്രൂപ്പിലുണ്ട് എന്നുള്ളതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഓരോ ആളുകളും കൊണ്ടുവരുന്ന സ്റ്റോക്കുകളൊക്കെ നല്ല ബിസിനസ്, നല്ല അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ ഓരോ ദിവസവും കാണുന്നുണ്ട്. കോറൽ ഫിനാൻസ്, ഇങ്ങനത്തൊക്കെ ഒരുപാട് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഫെയർകം ഓർഗാനിക്സ് എന്നൊക്കെ പറയുന്ന ബിസിനസ്സൊക്കെ 46% ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഹൈ ക്വാളിറ്റി പിക്സും ഒക്കെ നമ്മൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഓൾസോ ഈ ഒരു ഗ്രൂപ്പിന് കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത്, യു ക്യാൻ സീ ഹിയർ, ദിസ് ഈസ് ദ പോസ്റ്റർ. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 499 ആണ്. അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഈ പറയുന്നത്. എക്സ്റ്റെൻസീവ് വാല്യുവേഷൻ അപ് ടു 10 സ്റ്റോക്സ് പെർ പേഴ്സൺ പെർ മന്ത്. ഒരാൾക്ക് നമുക്ക് 10 സ്റ്റോക്കിന്റെ ഫെയർ വാല്യൂ നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരെ അനലൈസ് ചെയ്യുന്ന അവരുടെ വാച്ച് ലിസ്റ്റിൽ ഉള്ളതായിക്കോട്ടെ, ഒക്കെ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വാല്യുവേഷൻ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ എക്സ്ക്ലൂസീവ് വീഡിയോസ് ഓൺ വാല്യുവേഷൻ അനാലിറ്റിക്സ്. എങ്ങനെ വാല്യുവേഷൻ ചെയ്യാം, പല മെത്തേഡുകളുണ്ട് വാല്യുവേഷൻ ഉള്ളത് നമുക്കറിയാം. അത് ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഒരു വീക്കിലി അതിനെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടാവും. അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ സിങ്ങിനെ കുറിച്ചും, സിങ് ട്രേഡിനും ലോങ് ടേമിനും ആവശ്യമുള്ള പ്രൈസ് ആക്ഷൻ, അതുപോലെ തന്നെ ഫിബോനാച്ചി എക്സ്റ്റൻഷൻ ടൂള് എങ്ങനെ വരക്കാം, അതിനെ ഏത് സോണിൽ നമുക്ക് സെല് ചെയ്യാം. എല്ലാവർക്കും ബൈ ചെയ്യാൻ പറ്റും, പക്ഷെ സെല്ലിംഗ് എന്ന് പറയുന്നത് ഇസ് ആൻ ആർട്ട്. അത് എവിടെ ചെയ്യണം എന്നുള്ളതും നമുക്ക് അതിനെ ഓരോ സോണുകൾ കണ്ടിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ FII DI ആക്ടിവിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അങ്ങനെ എക്സ്ക്ലൂസീവ് വീഡിയോസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ് ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കൊടുത്ത്. ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആണ്, എങ്ങനെ FIIs ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെക്ടർ ഏതാണെന്നുള്ളത്. സോ അത്തരം വീഡിയോസൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഒരുപാട് പോസ്റ്റുകളുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല. സോ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ you can message me in the given number. Okay, now let's go to the valuation part. ഇനി പോകുന്നത് വാല്യുവേഷനിലേക്കാണ്. വാല്യുവേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ടെംപ്ലേറ്റ് ഉണ്ടെന്നുള്ളത് അറിയാം എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിലാണ് നമ്മൾ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ PE മൾട്ടിപ്പിൾസ് മെത്തേഡിലാണ് ചെയ്യുന്നത്. കാരണം ബാങ്കിങ് കമ്പനികൾക്കും ഫൈനാൻഷ്യൽ റിലേറ്റഡ് കമ്പനികൾക്കും ഏറ്റവും ബെസ്റ്റ് PE മൾട്ടിപ്പിൾസും PB മൾട്ടിപ്പിൾസും ആണ്. സോ അത് നമ്മളിവിടെ അതുകൊണ്ട് PE മൾട്ടിപ്പിൾസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് പ്രീമിയം ആയിട്ട് പല വെബ്സൈറ്റിൽ നിന്നും അവൈലബിൾ ആവുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രെൻഡ് ലൈനിൻ്റെ പ്രീമിയം ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വെച്ചിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആർക്കെങ്കിലും കുറേ പേര് ഈ ടെംപ്ലേറ്റ് എന്നോട് ചോദിക്കുന്നുണ്ട്. ടെംപ്ലേറ്റ് കിട്ടിയത് കൊണ്ട് മാത്രം അവർക്ക് കാര്യമില്ല.
അവർക്കിതിൽ ഇടാനുള്ള അതായത് ഈക്വേഷനിൽ കൊടുക്കാനുള്ള ഇൻപുട്ട് കൂടി അവർക്ക് ആക്സസിബിൾ ആവണം. അങ്ങനെയാണെങ്കിലേ ഈ ടെംപ്ലേറ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാനത് വെറുതെ അവർക്ക് വിറ്റിട്ട് അത് വെറുതെ ഒരു യൂസ്‌ലെസ് ആയിട്ട് അവരുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതിന്റെ ഡാറ്റ അതായത് മാർക്കറ്റ് പ്രൈസ് എല്ലായിടത്തും കിട്ടും. കറന്റ് പിഇയും കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോർവേഡ് പിഇ, ഫോർവേഡ് ഇപിഎസും കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് കിട്ടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ പ്രൊവൈഡ് യു ദിസ് ടെംപ്ലേറ്റ്. ദെർ ഈസ് നോ പ്രോബ്ലം. ഓക്കെ. സോ നമുക്കിത് വാല്യൂ ചെയ്യാം. ഐഡിഎഫ്സി ബാങ്ക് ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 65.90. 65.90 ആണ് കറന്റ് പ്രൈസ്. കറന്റ് പിഇ നമുക്ക് നോക്കാം. പിഇ ചാർട്ട് എടുത്തിട്ട് കറന്റ് പിഇ എന്ന് പറയുന്നത് 21.29 ആണ്. 21.29. ഓക്കെ. കറന്റ് ഇപിഎസ് എന്ന് പറയുന്നത് വി ക്യാൻ സീ കറന്റ് ഇപിഎസ് എന്ന് പറയുന്നത് 4.3 ആണ്. ഓക്കെ. 4.3. നൗ വി ക്യാൻ ഗെറ്റ് ദ ഫോർവേഡ് ഇപിഎസ്. ഫോർവേഡ് ഇപിഎസ് എന്ന് പറയുന്നത് 3.1 ആണ്. എസ്റ്റിമേറ്റ് കുറച്ച് കുറവാണ്. 3.1. സോ വിൽ ഗെറ്റ് ഓൾ ദി പാരാമീറ്റേഴ്സ് ഹിയർ. ഇപ്പോൾ ഫോർവേഡ് പിഇ കൂടി കിട്ടിയ സമയത്ത് നമുക്ക് ഫോർവേഡ് ഇപിഎസ് കിട്ടിയ സമയത്ത് നമുക്ക് ഫോർവേഡ് പിഇ കിട്ടി. അങ്ങനെ തന്നെ കറന്റ് വാല്യൂ, ഫോർവേഡ് വാല്യൂ അതായത് ഫ്യൂച്ചർ വാല്യൂ. നമുക്കറിയാം പിഇ മൾട്ടിപ്പിൾസിൽ പാസ്റ്റ് പിഇയും ഫ്യൂച്ചർ പിഇയും കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഫോർവേഡ് വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ത് വിചാരിച്ചിട്ടാണ്? ഫ്യൂച്ചറിൽ ആ കമ്പനി പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യുമെന്ന് വിചാരിക്കുന്നത്? പാസ്റ്റിൽ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. അതുകൊണ്ട് ഫ്യൂച്ചറിൽ പെർഫോം ചെയ്യും. സോ അതേ ഐഡിയ ആണ് ഇവിടെ. പാസ്റ്റിലുള്ള പിഇ എടുക്കുന്നു, ഫ്യൂച്ചറിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള പിഇ എടുക്കുന്നു. ഈ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത് കമ്പനികളും അതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അനലിസ്റ്റുകളുമാണ്. സോ അത് ബേസ്ഡ് ഓൺ ഒരുപാട് മീൻസ് ക്യാഷ് ഫ്ലോ അനാലിസിസിലൂടെയൊക്കെയാണ് ഈ എസ്റ്റിമേറ്റ് കൊടുക്കുന്നത്. വെറുതെ ഒരു നമ്പർ ഇടുന്നതല്ല. സോ ഫ്യൂച്ചറിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഈ കമ്പനി നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര ഇപിഎസ് ഉണ്ടാവും എന്ന് പറയുന്നത്. സോ ഫ്യൂച്ചർ വാല്യൂയും ഇപ്പോഴത്തെ കറന്റ് വാല്യൂയും കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫെയർ വാല്യൂ കണ്ടെത്തുന്നത്. സോ ഫെയർ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ഈസ് 78.72. 78 രൂപയാണ് ഈ സ്റ്റോക്കിന്റെ ശരിക്കുള്ള വാല്യൂ എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത് 78 ആണ്. പക്ഷേ സ്റ്റോക്കിന്റെ മാർക്കറ്റ് വാല്യൂ 65 ഉള്ളൂ. അതിനർത്ഥം 19% ഡിസ്കൗണ്ടിലാണ് നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റോക്ക് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിഐഐസ് ഒക്കെ ഈ ഒരു സോണിൽ നിന്ന് ഈ സ്റ്റോക്ക് വാങ്ങുന്നത്. അപ്പം നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഈ സ്റ്റോക്ക് നേരത്തെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ടാവണം ഈ സ്റ്റോക്ക്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നല്ലൊരു രീതിയിൽ ബൈയിങ് നടന്നിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെ? ഈ പച്ച സീറോനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് ഉള്ള പച്ച എന്ന് പറയുന്നത് നല്ല ബൈയിങ് നടന്ന ഏരിയകളാണ്. ഓക്കെ. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ആ ഒരു പ്രൈസ് എത്രയാണ്? 80 ആണ്. ആ 80 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസിൽ അധികം ബൈയിങ് നടന്നിട്ടുണ്ട്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. വീണ്ടും താഴെ പോയി. സോ അപ്പോൾ അവിടുന്നൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഏകദേശം 27% ലോസിലാണ് കിടക്കുക. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ കൂട്ടത്തിലൊക്കെ വാങ്ങിയിട്ടുണ്ട്. സോ അത്തരം ആളുകൾക്കൊക്കെ ആവറേജ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സോൺ കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. സോ അതാണ് ഇപ്പോൾ നമുക്ക് ഇതാവുന്നത്. ഇനി എന്തുകൊണ്ട് ഇപ്പോൾ പലർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഈ സ്റ്റോക്ക് വീണത് എന്നുള്ളത്. സോ ഇവിടെയാണ് നമ്മൾ വാല്യുവേഷൻ പഠിക്കണത് നിർബന്ധമാണെന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് ആരാണെങ്കിലും നമുക്കറിയാലോ, ഇവിടുന്ന് വാങ്ങിച്ച ആള് ഗ്രീഡിലായിരിക്കും ഉണ്ടാവുക. ഈ ആഹ് ഒരു 5, 6 മാസം കൊണ്ട് 100% അടുത്ത് റിട്ടേൺ കിട്ടുവാണ്. സോ ആളുകൾ വിചാരിക്കും ഇനി അങ്ങോട്ട് മേലെ പോകുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോഴും വിചാരിച്ചു കാണും ഓക്കെ ഇനി അങ്ങോട്ട് മേലെ പോകുന്നു. പക്ഷെ പോയില്ല. അത്തരം ആളുകൾ ആ ഗ്രീഡ് കാരണം ബുക്ക് ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പം നേരെ താഴെ വന്നു. പക്ഷെ നമുക്ക് ഈ പോയിന്റിൽ അറിയണം. ഈ പോയിന്റിൽ അറിയണം എന്ത് ഈ സ്റ്റോക്ക് എത്രയാണ് ഇതിന്റെ ഫെയർ വാല്യൂ? അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്പെൻസീവ് ആയി പോയോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ആ പോയിന്റിൽ അറിയാൻ പറ്റണം. അതുകൊണ്ടാണ് വാല്യുവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് ഏതാണ് സമയം? സെപ്റ്റംബർ 2023. സെപ്റ്റംബർ 2023 പോയിട്ട് നമുക്ക് അന്നത്തെ പിഇ ചാർട്ട് നോക്കാം. ഓക്കെ. സെപ്റ്റംബർ 2023 5 ഇയർ ചാർട്ട് എടുത്തിട്ട് സി സെപ്റ്റംബർ 2023 അതിന്റെ പിഇ എന്ന് പറയുന്നത് 23.43 ആണ് കേട്ടോ. നമുക്കത് ഇവിടെ ഒന്ന് മാറ്റി നോക്കാം. അന്നത്തെ കറണ്ട് പി എന്ന് പറയുമ്പോൾ 23.43 ആണല്ലോ. ഓക്കെ. 23.43. കറണ്ട് ഇ പി എസ് എന്ന് പറയുന്നത് അന്നത്തെ കറണ്ട് ഇ പി എസ്. അത് നമുക്ക് ഇ പി എസിന്റെ ചാർട്ട് പോവാം. എന്നിട്ട് സെപ്റ്റംബറിലുള്ള ഒരു 2023 സെപ്റ്റംബർ, ഇത് നവംബർ ആണ്. സെപ്റ്റംബർ ഏകദേശം എത്രയാണ്? വി ക്യാൻ സീ ഇത് 0 ആണ് ഇവിടെ, 1.5 ഇവിടെ.
ഏകദേശം ഇവിടെ ഒരു -1 എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. -1. സി 67% ഓവർ വാല്യൂഡ് ആണ് എന്നുള്ളതാണ് അന്നത്തെ എസ്റ്റിമേറ്റ് പ്രകാരം നമുക്ക് കിട്ടുക. അതായത് അന്നത്തെ പിഇയും അന്നത്തെ ഇപിഎസ് നോക്കി നിൽക്കുമ്പോൾ ഈ ഒരു സോണിൽ നിന്ന് വി ക്യാൻ സീ ഹിയർ, ഈ ഒരു സോണിൽ നിന്ന് നമ്മളത് വിൽക്കണമായിരുന്നു. സീ ഹിയർ, ഈ ഒരു സോണിൽ എത്തിയ സമയത്ത് 67% ഓവർ വാല്യൂഡ് ആണെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഇതിന്റെ ഫെയർ വാല്യൂ അന്നത്തെ സമയത്ത്? ഫെയർ വാല്യൂ ഓഫ് ദ സ്റ്റോക്ക് ഈസ് 21 എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യുക? അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വലിയ വലിയ റിസർച്ചേഴ്സ് ആണെങ്കിലും അവർ ഈ വാല്യൂഷൻ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ വാല്യൂഷൻ കണ്ടിന്യൂസ്ലി മാറുന്ന ഒരു കാര്യമാണ്. ആഴ്ചക്ക് ആഴ്ചക്ക് മാറും, മാസത്തിന് മാസത്തിന് മാറും, ഇയർലി ഇയർലി മാറും. സോ അവർ ആ പോയിന്റിൽ പെട്ടെന്ന് ഈ കമ്പനിയുടെ റിസൾട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് അവർക്കിത് ഈ ഒരു ഇൻഡിക്കേഷൻ മനസ്സിലായി. കാരണം 67% ഓവർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. സോ അന്ന് 21 ആയിരുന്നു. അതിപ്പം മാറി. കാരണം ഇപ്പത്തെ സോണിൽ ആ കമ്പനിയുടെ പ്രോസ്പെക്ടസ് മാറുമ്പോൾ ഇനി ഫ്യൂച്ചറിലേക്ക് അങ്ങോട്ട് പോകും. അങ്ങനെയാണ്. അത് 21 വരെ വരും എന്നുള്ളതല്ല. അതിന്റെ ഇടയിൽ ഇപ്പോൾ കുറെ കാര്യങ്ങൾ വന്നല്ലോ. കുറെ ക്വാർട്ടർ റിസൾട്ട് വന്നു. അപ്പോൾ ആ ക്വാർട്ടർ റിസൾട്ടിലൊക്കെ ഈ കമ്പനി ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫെയർ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. സോ 21 ആണെന്ന് കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ നിൽക്കുമോ? ദേ സ്റ്റാർട്ട് ടു സെൽ. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ് ഹിയർ. സീ, നേരെ സെല്ല് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. 21ലേക്കാണ് അവർ ഫോക്കസ് ചെയ്തിരുന്നത്. 21 എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഇവിടെയൊക്കെയാണത്. ബട്ട് അതിന്റെ ഇടയിൽ വന്നിട്ടുള്ള റിസൾട്ടുകളിൽ ഇംപ്രൂവ്മെന്റ് കണ്ട സമയത്ത് അവർ ഇവിടുന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ആ സ്റ്റോക്ക് അങ്ങനെ വീഴാനുള്ള ഒരു കാരണം വാല്യുവേഷൻ ആണ്, ഹൈ വാല്യുവേഷൻ ആണ്. അപ്പോൾ അതേ പാരാമീറ്റേഴ്സ് നമ്മൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ചെയ്ത അതേ വാല്യുവേഷൻ ടെക്നിക്ക് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്തത് നോക്കുമ്പോൾ ഈ ഒരു സോണിൽ എത്തിയപ്പോൾ ആ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ്, ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. സോ ദേ ആർ ബൈയിങ് ഇറ്റ്. സി, ഇവിടുന്ന് ലിക്വിഡിറ്റി എടുത്തു, നല്ല രീതിയിൽ ബൈയിങ്ങും നടന്നു. FII, DI ആക്ടിവിറ്റിയിൽ നമ്മൾ കണ്ടു ഒക്ടോബർ മാസം അവർ നന്നായിട്ട് ഈ സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ അങ്ങനെ വളരെ നല്ല റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിനെ കാണുമ്പോഴാണ് നമുക്ക് ആ സ്റ്റോക്കിൽ കറക്റ്റ് സമയത്ത് എൻട്രി എടുക്കാനും കറക്റ്റ് സമയത്ത് വിൽക്കാനും കറക്റ്റ് സമയത്ത് അതിനെ ആവറേജ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ടാകും. പക്ഷേ ഇതെല്ലാം ഒരു നോളജ് എക്സ്പീരിയൻസ് ആണ്. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് നോ യുനോ കോഴ്സ് പ്രൊവൈഡേഴ്സ് ലൈക്ക് 60,000 70,000 ഒക്കെ ഫീസ് വാങ്ങിയിട്ടുള്ള കോഴ്സ് പ്രൊവൈഡേഴ്സ് ഒന്നും ഇത്ര ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ വളരെ ചീപ്പായിട്ടുള്ള ഒരു സർവീസാണ് ഞാൻ നടത്തുന്നത്. അത് കുറച്ചുകൂടെ ആൾക്കാർ ഇതിലേക്ക് വന്ന് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ റിസർച്ച് ഏരിയ വാല്യുവേഷനിലായിരുന്നു. എനിക്കതിലുള്ള പാഷൻ ഉണ്ട്. ആ ഒരു പാഷൻ കൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഐ എം നോട്ട് ഫോർ മേക്കിംഗ് എ ലോട്ട് ഓഫ് മണി. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേ ദാറ്റ് 499 ആൻഡ് ജോയിൻ ഇൻ ദ പ്രീമിയം ഗ്രൂപ്പ് ആൻഡ് സീ ഹൗ വാല്യുവേഷൻ ഇൻവെസ്റ്റിംഗ് ഗോസ്. ഓക്കെ, സീ യു with another good video. Bye bye.